നമസ്കാരമുണ്ട്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വോട്ടറാണല്ലോ അല്ലെ? അതെ. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്യാമള ടീച്ചർ വിജയ സാധ്യത എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. തളിപ്പറമ്പിന് ഒരു പാരമ്പര്യമുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ ഭാര്യ ആവുന്നതിന് മുമ്പ് തന്നെ ശ്യാമള ടീച്ചർ സംഘടനാ പ്രവർത്തനം SFI മുതൽ മഹിളാ അസോസിയേഷൻ മുതൽ വളരെ വിപുലമായ വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു വനിത എന്നുള്ള നിലയിൽ ഗോവിന്ദൻ മാഷ ഭാര്യ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നതാണ്. അത് ഒരു തരത്തിലും തളിപ്പറമ്പിലെ വോട്ടർമാരെ സ്വാധീനിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്ഥാനമോഹികളുടെ ചില ആഗ്രഹങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം സ്ഥാനം അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ആഗ്രഹങ്ങളോ തളിപ്പറമ്പിലെ വിജയ സാധ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ പി കെ ഗോവിന്ദൻ മാഷ് സ്വന്തം നാട് മലപ്പുറം അല്ലേ? അതെ. അപ്പൊ അവിടെ ആ നാട്ടിൽ എങ്ങനെയാ? മലപ്പുറത്ത് ഞാൻ നമ്മൾ ഇവിടെ താമസമെങ്കിലും എന്റെ ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം ഞാനിവിടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ എളിയ പ്രവർത്തകനാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഒരു ഭാരവാഹിയാണ്. പക്ഷെ എന്റെ ബന്ധുക്കള് നിരവധി ആളുകൾ മലപ്പുറത്തുണ്ട്. ചെങ്ങളായി എന്റെ സ്വന്തം നാട്. ഈ മലപ്പുറത്തുള്ള എന്റെ ബന്ധുക്കളെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ മലപ്പുറത്ത് ഗോവിന്ദൻ മാഷിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് പോലും ഒരു വോട്ട് പോലും ഗോവിന്ദൻ മാഷക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് അവിടെ നിന്ന് കിട്ടിയ ഒരു റിഫ്ലക്ഷൻ, അവരുടെ ഒരു പ്രതികരണം അങ്ങനെ. അത്രമാത്രം അത് ഒറ്റ കാര്യമുള്ളൂ. ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളെ ഈ 2-4 ദിവസം മുമ്പ് വരെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാള് വളരെ പെട്ടെന്നൊരു സ്ഥാനമോഹിയായി മാറുകയും ഇവിടെ UDFന്റെ കോൺഗ്രസിന്റെ മിനിഞ്ഞാന്ന് വരെ കോൺഗ്രസിനെയും ഈ വലതുപക്ഷ മാധ്യമങ്ങളെയും വലതുപക്ഷ പ്രസ്ഥാനങ്ങളെയും അടിമുടി ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിച്ച ഒരാള് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിക്കുന്നു. ഞാൻ UDFന്റെ ആരുടെയും പിന്തുണ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നു പറയുന്ന ആ ഒറ്റ വിഷയത്തിലാണ് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് ഈ നാട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളത്. അധികാരവും സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കാലുമാറ്റമായിട്ട് മാത്രമേ അത് ഈ പാർട്ടിയോട് വല്ലാത്ത ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെയൊന്നും പാർട്ടിയെ വഞ്ചിക്കുന്നവരെ അങ്ങനെയൊന്നും സ്വീകരിക്കാനുള്ള ഒരു മനസ്സൊന്നും ആളുകൾക്കില്ല. അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ, കർഷക തൊഴിലാളികൾ, ഏറ്റവും അടുത്തുള്ള സാധാരണ മനുഷ്യരാണ് ഇവിടെയുള്ളത്. അവര് പാർട്ടി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അപ്പൊ ഭൂരിപക്ഷം കൂടാതെ കൂടുന്നു നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിന് ഒരു കാരണം എന്ന് വെച്ചാല് ഗോവിന്ദൻ മാഷ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള വമ്പിച്ച ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസനമുണ്ട്. അത് സവാരി സൂ പാർക്ക് അടക്കമുള്ള വലിയ പ്രോജക്റ്റുകൾ അതിന്റെ ബഡ്ജറ്റിലടക്കം ഫണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു 5 വർഷക്കാലമാണ് കടന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു തുടർച്ചയുണ്ടാവും. അത് ഏത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയെങ്കിലും അതിന് ഒരു തുടർച്ചയുണ്ടാവും, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ആ വികസനവും കാര്യങ്ങളും ജനങ്ങൾ അതാ ഇന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ നല്ല വികസനം ഉണ്ടാവണം. ഏറ്റവും അടുത്തിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അവർക്ക് ആനുകൂല്യം കിട്ടണം, അവർക്ക് ആശ്വാസ നടപടികളുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ഈ മണ്ഡലത്തിന്റെ വിജയസാധ്യത എന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷത്തോട് ഉറപ്പ്